ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, യഹൂദന്മാരെ ഭയന്ന് കഥകടച്ചിരുന്ന അപ്പസ്തോലന്മാരെ സിഹിയോൻ മാളിക മുറിയിൽ പരിശുദ്ധ അമ്മമാതാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും അപ്പസ്തോലന്മാരെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിലെ അത്ഭുതങ്ങളും അടയാളങ്ങളും മാനസാന്തരങ്ങളും രോഗശാന്തികളും സംഭവിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മൾ പന്തക്കുസ്ത ആഘോഷിച്ചു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചറിയുവാനോ പരിശുദ്ധാത്മാവുമായ ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കുവാനോ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരുന്നു. കാരണം ഇന്നലെ പന്തക്കുസ്ത തിരുനാളിന് മുമ്പ് ഒത്തിരി വ്യക്തികൾ പരിശുദ്ധാത്മാവിന്റെ വരവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അറിയുന്ന കുറച്ച് ആൾക്കാരോട് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു, ഒരിക്കലും പരിശുദ്ധാത്മാവിന്റെ വരവിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഏതെങ്കിലും പാപങ്ങളൊക്കെ ചെയ്ത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങളൊക്കെ കുമ്പസാരത്തിൽ ആത്മാർത്ഥമായിട്ട് അനുദപിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവുമായുള്ള വ്യക്തിബന്ധത്തിലേക്ക് കടന്നു വരികയും പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ വെളിപ്പെടുകയും ചെയ്യും. ഏതായാലും ഇന്നലെ അവര് ആത്മാർത്ഥമായിട്ട് അനുദപിച്ച് കുമ്പസാരിച്ച് കുർബാനയിലെ ഈശോയെ സ്വീകരിച്ചു. അവർക്ക് പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചറിയുവാനും പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ അവരിൽ വെളിപ്പെടുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ചാരം മൂടിക്കിടക്കുന്ന കനൽ പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ പാപങ്ങളൊക്കെ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കാതെ പോകും. അപ്പോൾ നമ്മൾ കുമ്പസാരത്തിലെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഈശോയെ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവുമായുള്ള ആ ഒരു വ്യക്തിബന്ധത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ അസുഖങ്ങളും വിഷമങ്ങളും കുഞ്ഞായ്മകളും പ്രത്യേകിച്ച് ശുശ്രൂഷ മേഖലയിലാണെങ്കിൽ അവൻ വളർന്നു പോകുക അല്ലെങ്കിൽ അവന് ശുശ്രൂഷ കിട്ടുക ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കുവാൻ സാധിക്കാതെ പോകും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ അമ്മമാതാവിന് നിറഞ്ഞ എളിമ എന്നൊരു പുണ്യമുണ്ടെങ്കിൽ മൂലപാവങ്ങളെ മുഴുവനും അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും. എളിമ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും എളിമയോടുകൂടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനും പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിലൂടെ അനേകരെ നേടുവാനും ഈശോയ്ക്ക് സാക്ഷികളൊക്കെ ആകുവാനും പരിശുദ്ധാത്മാവിനെ നമ്മളെ ഉപയോഗിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അടുത്ത പന്തക്കുസ്തായിരിക്കുന്നതുപോലെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കാതെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാതെ ചെയ്തു പോയ പാപങ്ങളൊക്കെ അവസാനത്തിലേക്ക് വിറ്റു പറഞ്ഞു പരിശുദ്ധാത്മാവുമായുള്ള വ്യക്തിബന്ധത്തിലേക്ക് കടന്നു വരുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥവും വിശുദ്ധ നീരായത്തിന്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങൾ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, ക്രിസ്തു ആയിരിക്കും.